രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിർത്താതെയുള്ള തുമ്മലും മൂക്കൊലിപ്പും കണ്ണീർച്ചലും നിങ്ങളെ അലട്ടുന്നുണ്ടോ? നിങ്ങളുടെ കിടപ്പുമുറി തന്നെയാണ് ഇതിന് പിന്നിലെ വില്ലൻ. അലർജി ലക്ഷണങ്ങൾ ഏറ്റവും കൂടുന്നത് കിടപ്പുമുറിയിൽ വെച്ചാണ്. നമ്മുടെ റൂമിലാണ് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ പതുങ്ങിയിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. പൊടിപടലങ്ങളെ തുരത്താം. ഡസ്റ്റ് മൈറ്റ്സ്. നമ്മുടെ തലോണിയിലും മെത്തയിലുമാണ് ഏറ്റവും അധികം പൊടിപടലങ്ങൾ ഉള്ളത്. അലർജി പ്രൂഫ് കവറുകൾ ഉപയോഗിക്കുക. ബെഡ്ഷീറ്റുകൾ ആഴ്ചയിൽ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ കഴുകാൻ മറക്കരുത്. 2. പൊടി പിടിക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. കട്ടിയുള്ള കർട്ടനുകൾ, കാർപ്പറ്റുകൾ, തുണി കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ പൊടി വലിച്ചെടുക്കും. കിടപ്പുമുറിയിൽ അത്യാവശ്യം സാധനങ്ങൾ മാത്രം വെക്കുക. പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റിയ സാധനം. 3. തലയിണയും മെത്തയും ശ്രദ്ധിക്കുക. 1-2 വർഷം കൂടുമ്പോൾ തലയിണയൊക്കെ മാറ്റുക. മെത്ത ഇടയ്ക്കിടെ വെയിലത്തിട്ട് ഉണക്കുന്നത് അലർജി കുറയ്ക്കാൻ വളരെയധികം ഫലപ്രദമാണ്. 4. AC, ഫാൻ എന്നിവയുടെ ശുചിത്വം. വൃത്തിയല്ലാത്ത AC ഫിൽറ്ററുകൾ രാത്രി മുഴുവൻ പൊടി മുറിക്കുള്ളിൽ പടർത്തും. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും AC ഫിൽറ്ററുകൾ വൃത്തിയാക്കുക. 5. വളർത്തു മൃഗങ്ങളെ മാറ്റി നിർത്തുക. നിങ്ങൾ എത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലും വളർത്തു മൃഗങ്ങളുടെ രോമവും മറ്റും അലർജി കൂട്ടും. അവയെ കിടപ്പുമുറിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുക. 6. ഈർപ്പം നിയന്ത്രിക്കാം. മുറിക്കുള്ളിലെ അമിതമായ ഈർപ്പം പൂപ്പലിനും പൊടിപടലങ്ങൾക്കും കാരണമാകും. മുറിക്കുള്ളിൽ നല്ല കാറ്റും വെളിച്ചവും കയറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 7. പുറത്തെ വസ്ത്രങ്ങൾ ബെഡിൽ ഇടരുത്. പുറത്തു നിന്ന് വരുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങളിൽ പൊടിയും പരാഗരേണുക്കളും ഉണ്ടാവും, അതായത് പോളൻ ഗ്രെയിനും ഉണ്ടാകും. അവയെ ഒരിക്കലും ബെഡിൽ കൊണ്ടുപോയി ഇടരുത്. അപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങളുടെ അലർജി പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും രാവിലെ ആണെങ്കിൽ മരുന്നുകളെക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കിടപ്പുമുറികളിലെ ഈ മാറ്റങ്ങൾക്കാണ്. ഈ മാറ്റങ്ങൾ 2 ആഴ്ച നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാം. താങ്ക് യു.